നെക്സ്റ്റ് ട്രഡീഷണൽ ടെക്നിക്സിൻ്റെ ലാസ്റ്റത്തതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ് അടിസ്ഥാനമാക്കി റിട്ടേൺ മെഷർ ചെയ്യാനാണ് ARR നോക്കുന്നത്. അപ്പോൾ നമുക്ക് ദ പ്രോഫിറ്റ് ഏർൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് proposal express the terms of percentage. Hence the method also known as return on investment method, average rate of return. എന്ത് ചെയ്യാം, നമുക്ക് കിട്ടണ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പെർസെൻറ്റേജിക്ക് കൺവേർട്ട് പെർസെൻറ്റേജായി കാണാനാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. നമ്മൾ അക്കൗണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ് ARR എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആവറേജ് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ARR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ. അത് നമുക്ക് എന്ത് ചെയ്യണം, ആവറേജ് റിട്ടേൺ എത്രയാണെന്ന് നമ്മൾ നോക്കണം. ആവറേജ് റിട്ടേൺ കമ്പ്യൂട്ടഡ് ആഡിങ് ദ ഓൾ ഏർണിങ്സ് ഡിവൈഡിങ് ബൈ ദ പ്രൊജക്റ്റ് ലൈഫ്. എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന എത്ര ഏർണിങ്സ് ആണോ അതിനെ പ്രൊജക്റ്റ് ലൈഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ARR മെത്തേഡ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ എത്ര നമ്മൾ സാധനം നമ്മൾ എത്രയാണോ നമുക്ക് അത് ഇപ്പോൾ നമ്മളൊരു മെഷീനാണ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെഷീന് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് വിൽക്കും. അതാണ് ഈ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് കാണാൻ ഒരു ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ARR കാണുന്നത്. പ്ലസ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അതിൽ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അഡീഷണൽ വർക്ക്. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ ആ 1 ലക്ഷം തികയാതെ വരുമ്പോൾ നമ്മളതിക്ക് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനാണ്, ARR കാണാൻ ആവറേജ് ഇൻകം റിട്ടേൺ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. മീൻസ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അതിൻ്റെ അതേ ഡിവൈഡഡ് ബൈ ഈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ARR മെത്തേഡ് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ കോസ്റ്റ് നമുക്ക് എത്ര, പ്രൊജക്റ്റ് എക്സും ഉണ്ട് പ്രൊജക്റ്റ് വൈയും ഉണ്ട്. അതിൽ നമുക്ക് ചിലവാകുന്ന നമ്മൾ ഇൻവെസ്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 40,000, എക്സിൻ്റെ പ്രൊജക്റ്റ് വൈൻ്റെ 60,000 ആണ്. ഏർണിംഗ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല, അത് നമുക്ക് കിട്ടണ ഡിപ്രീസിയേഷനും നമുക്കുള്ളതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടണ ഏർണിങ്സാണ് എന്ത് പറയണത്. ഫസ്റ്റത്തെ വർഷം 5,000 കിട്ടി, വൈയിൽ 8,000 കിട്ടി. രണ്ടാമത്തെ വർഷം എക്സിൽ 7,000, രണ്ടാമത്തെ വർഷം 10,000, മൂന്നാമത്തെ വർഷം 6,000, മൂന്നാമത്തെ വർഷം വൈയിൽ 7,000 കിട്ടി. അതുപോലെ തന്നെ നാലാമത്തെ വർഷം 6,000, 5,000 അങ്ങനെ കിട്ടി. അങ്ങനെ കാൽക്കുലേറ്റ് ARR ആണ് പ്രൊജക്റ്റ് എക്സിൻ്റെ പ്രൊജക്റ്റ് വൈൻ്റെ ARR കാണണം. അത് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് ഏർണിംഗ് ഓഫ് പ്രൊജക്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആവറേജ് ഏർണിങ്സ് ഓഫ് പ്രൊജക്റ്റ് നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവറേജ് ARR കാണണം. ARR കാണാൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 40,000, 60,000. പ്രൊജക്റ്റ് എക്സും ഉണ്ട് പ്രൊജക്റ്റ് വൈ ഉണ്ട്. അതിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എക്സിൻ്റെ 40,000, ക്യാഷ് ഔട്ട്ഫ്ലോ 60,000 ആണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്ന ഓരോ 4 വർഷത്തെ ഏർണിങ്സ് ഉണ്ട്. ഏർണിംഗ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഏർണിംഗ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ നമുക്ക് ഡിപ്രീസിയേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് ഫസ്റ്റത്തെ വർഷം 50,000, 7,000, 6,000, 60,000. ഇതും 80,000, 10,000, 7,000, 5,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ARR കാണണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ
നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞു. ആവറേജ് ഏർണിങ്സ് നമുക്ക് കാണണം, അതുപോലെ തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണണം, മൂന്നാമത്തത് ARR. അങ്ങനെ 3 സ്റ്റെപ്പാണ് ഒരു ARR നമുക്ക് കാണാനുള്ളത്. അതിൽ നമുക്ക് പ്രൊജക്റ്റ് എക്സിന് ഇൻവെസ്റ്റ് ചെയ്തത് 40,000, പ്രൊജക്റ്റ് വൈന് ഇൻവെസ്റ്റ് ചെയ്തത് 60,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് എക്സിന് പ്രൊജക്റ്റ് വൈൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് ഫസ്റ്റത്തെ വർഷം 5,000, 7,000, 60,000. അപ്പോൾ ഇത് കിട്ടിയത് 24,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഇൻഫ്ലോ മൊത്തത്തിൽ. അതുപോലെ പ്രൊജക്റ്റ് വൈൻ്റെത് 80,000, 10,000, 7,000, അങ്ങനെ മൊത്തം കൂടി 30,000 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആവറേജ് ഏർണിങ്സ് കാണാൻ. ആവറേജ് ഏർണിങ്സ് എന്ന് പറയുന്നത് മൊത്തം ക്യാഷ് ഇൻഫ്ലോ കൂട്ടിയിട്ട് അതിനെ എത്രയാണോ പ്രൊജക്റ്റിൻ്റെ ലൈഫ് അതിനോട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷന്. 24,000 ഡിവൈഡഡ് ബൈ 4, ഇത് മൊത്തം കൂട്ടിയതിന് 1, 2, 3, 4 വർഷം 6,000 കിട്ടി. അതുപോലെ തന്നെ മൊത്തം കൂട്ടിയതിന് ഇതിൻ്റെ 1, 2, 3, 4 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7,500 കിട്ടും. നെക്സ്റ്റത്തെ സ്റ്റെപ്പാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ ഇപ്പോൾ എത്രയാണോ നമുക്കുള്ള ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് പറയണത്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ ഇക്വേഷൻ. അപ്പോൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു? പ്രൊജക്റ്റ് എക്സിൽ 40,000, പ്രൊജക്റ്റ് വൈയിൽ 60,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടില്ല 0, സ്ക്രാപ്പ് വാല്യൂ 0 ഡിവൈഡഡ് ബൈ 2 ഇവിടെ 20,000 കിട്ടി, ഇവിടെ 30,000 കിട്ടി. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ARR കാണാൻ. ARR കാണാൻ ആവറേജ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ആവറേജ് ഏർണിങ്സ് ഇവിടെ 6,000, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ 20,000 കിട്ടി. 6,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 30%. ഇവിടെ 7,500 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100 25%. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടിയ പ്രൊജക്റ്റ് എക്സ് ആണ്. അപ്പോൾ പ്രൊജക്റ്റ് വൈനേക്കാട്ടിലും കൂടുതലാണ് പ്രൊജക്റ്റ് എക്സ് എന്നുള്ളത്. അതിൽ നമ്മൾ പ്രൊജക്റ്റ് എക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. മനസ്സിലായി? അപ്പോൾ ARR കാണാൻ ഒരു പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് കാണാനാണ് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അതിൻ്റെ പേഴ്സൻറ്റേജ് കാണാനാണ് ARR ഉപയോഗിക്കുന്നത്. ഈ ARRൽ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് ആവറേജ് ഏർണിങ്സ് കാണാനും, സെക്കൻഡ് വൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ, തേർഡ് സ്റ്റെപ്പ് ARR കാണാൻ. ആവറേജ് ഏർണിങ്സ് കാണാൻ നമുക്ക് എത്രയാണോ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടിയത് ആ ക്യാഷ് ഇൻഫ്ലോസ് മൊത്തം കൂട്ടിയിട്ട് ആ കൂട്ടിയതിന് പ്രൊജക്റ്റ് ലൈഫ് എത്രയാണോ നമ്മളെ പ്രൊജക്റ്റിൻ്റെ വർഷം എത്രയാണോ ആ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷന് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 2 ആണ് പറയുന്നത്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിരിക്കണമെങ്കിൽ മാത്രം അത് എഴുതുക, അല്ലെങ്കിൽ അവിടെ 0 ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് അത് കിട്ടും. നെക്സ്റ്റ് ARR കാണാൻ ആവറേജ് ഏർണിങ്സ് നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്തത് ആവറേജ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അതിൽ നമുക്ക് പ്രൊജക്റ്റ് എക്സും പ്രൊജക്റ്റ് വൈയിൽ ഏറ്റവും കൂടുതൽ ഏതാണോ പെർസെൻറ്റേജ് കൂടുതൽ അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് പ്രൊജക്റ്റാണ് നല്ലതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും.